ഹായ് ഹലോ വെൽക്കം ടു വൺ. സോ ഈ സെഷനിൽ നമ്മൾ BME ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ IC എഞ്ചിൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എന്താണ് ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കുന്നത്. സോ ഹൈബ്രിഡ് എഞ്ചിൻ വൺ ഓഫ് ദി പോപ്പുലർ നെയിമാണ് അല്ലേ. ഒരു കാർ ഓടാൻ നേരത്ത് കോമൺലി പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിനാന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഹൈബ്രിഡ് എഞ്ചിൻസ് അല്ലെ ഇതൊരു ഒന്നിൽ കൂടുതൽ ഒരു പവർ സോഴ്സ്, ഒരു പെട്രോൾ ഉണ്ടാവാം, അതിൻ്റെ ഒപ്പം ഗ്യാസ് ആയിരിക്കാം, ഇല്ല ഇലക്ട്രിക് ആയിരിക്കാം, ഇല്ല ബാറ്ററി ആയിരിക്കാം, AC ഇല്ല DC വാട്ടർ മേ ബി. അപ്പോൾ DC സപ്ലൈ ആണോ ഞാൻ ഉദ്ദേശിച്ച ACന്ന് കൺവേർട്ട് ചെയ്ത് DCയിലേക്ക് കൊണ്ടുവന്നിട്ട് DC വെച്ച് ഓടുക. അങ്ങനെ വണ്ടി ഓടുമ്പോൾ നമുക്ക് രണ്ട് പവർ സോഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് പല കാര്യങ്ങൾ കൊണ്ട് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. പെട്രോൾ ഇനി തീർന്നാൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഇല്ലേ അറ്റ് എ ടൈം പവർ കൂട്ടാൻ വേണ്ടി രണ്ട് പവർ സോഴ്സും കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് എന്ത് ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ കോമൺലി ഹൈബ്രിഡ് എഞ്ചിൻസ് അത്ര പോപ്പുലാരിറ്റി മീൻസ് ഇത്തിരി പണ്ട് പെട്രോൾ എഞ്ചിൻ കഴിഞ്ഞിട്ട് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഇത്തിരി പോപ്പുലർ ആയിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ എന്താ ഇലക്ട്രിക് ഇല്ലേ ആ ഒരു ഇതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഡിസ്ക്രൈബ്ഡ് ആസ് എന്താ ടു പവർ സോഴ്സ്, രണ്ട് പവർ സോഴ്സ് ഉള്ള എഞ്ചിൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് എഞ്ചിനാണ്. ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ HEV എന്ന് പറയുന്നത് കോമൺലി എന്താ ഇലക്ട്രിക് വെഹിക്കിൾ കമ്പൈൻസ് എ കൺവെൻഷണൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. നോർമലി ഒരു IC എഞ്ചിൻ ഉണ്ടാവും, അതിൻ്റെ ഒപ്പം എന്താണ് ഒരു ഇലക്ട്രിക് മോട്ടറിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യമുള്ളതാണ് എന്താ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ HEV എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രൊപ്പൾഷനിലെ മോഷൻ എന്താ വളരെ നന്നായിട്ട് എന്താ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തിനാണ് ഒരു ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഇലക്ട്രിക് സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പെട്രോൾ ഉണ്ടെങ്കിൽ പെട്രോൾ നമുക്കറിയാം CO2 എമിഷൻസ്, CO എമിഷൻസ് അങ്ങനെ പല ഹാംഫുൾ ആയിട്ടുള്ള പുകകൾ വരുന്നുണ്ട്. സോ ഒരു ഗ്രീനർ എർത്തിന് ഹൈബ്രിഡ് എഞ്ചിൻസ് ആണ് നല്ലത്. ഗ്ലോബൽ വാർമിങ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പിന്നെ പെട്രോളിൻ്റെ പ്രൈസ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എന്താ ഹൈബ്രിഡ് എഞ്ചിൻ നല്ലതാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഈ ഒരു ഹൈബ്രിഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ മൊത്തത്തിൽ ഇലക്ട്രിക്കിലേക്കാണ് അല്ലേ, ഒരു സിംഗിൾ സോഴ്സ് ഇലക്ട്രിക്കിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോളാർ വരുന്നു, സോളാർ പവേർഡ് വരുന്നില്ല, സോളാർ വെച്ചിട്ട് വീടുകളിൽ നിന്ന് തന്നെ എന്താ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് അത് വെച്ച് കാറിലേക്ക് മാറണം. അപ്പോൾ അതാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ്. ബട്ട് ഇവ എന്താ നമുക്കിത് പഠിക്കേണ്ട ടോപ്പിക് ആയതുകൊണ്ട് സോ ദാറ്റ്സ് എന്താ നീഡ് ഓഫ് ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറയണം. ഇനി ഹിസ്റ്ററി നോക്കണമെങ്കിൽ അറൗണ്ട് 90s തന്നെ ഒരു ഗ്യാസലിൻ ഇലക്ട്രിക് ഹൈബ്രിഡ് എഞ്ചിൻസ് ഇറങ്ങിയേക്കുന്നു. 97 ടയോട്ട പ്രയസ്, ഇല്ല 99 ഹോണ്ട ഇൻസൈറ്റ്. 2000 കാലങ്ങളിലൊക്കെ ഹൈബ്രിഡ് നല്ലൊരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2015 കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് കുറഞ്ഞ് ഇപ്പോൾ അല്ലേ 20 കഴിഞ്ഞപ്പോഴേക്കും കോമൺലി എന്താ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് മുമ്പന്തിയിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ പല ടൈപ്പ് എന്താണ് ഹൈബ്രിഡ് പവർ ട്രെയിൻസ് വരുന്നുണ്ട്, ഡ്രൈവ് ട്രെയിനെ ബ്രേസ് ചെയ്തിട്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത് പാരലൽ ഹൈബ്രിഡ്സ്. പാരലൽ ഹൈബ്രിഡ്സ് നമ്മൾ നോക്കാൻ നേരത്ത് IC എഞ്ചിൻസും ഇലക്ട്രിക് മോട്ടോഴ്സും രണ്ട് പേർക്കും എന്താണ് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻസ് എന്താണ് ചെയ്യാൻ പറ്റും. സൈമൾട്ടേനിയസ്ലി എന്താ വീൽസ് ഡ്രൈവ് ചെയ്യാനായിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് പാരലൽ ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കമ്പാരിറ്റീവ്ലി സ്മോളർ ബാറ്ററി പാക്ക് ആയിരിക്കും, മോർ ഓൺ റീജനറേറ്റീവ് ബ്രേക്കിങ്സോ അല്ലെങ്കിൽ എന്താണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനും ഒരു ആക്ട് ആസ് ജനറേറ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് എന്താണ് സപ്ലിമെൻ്ററി ചാർജിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ് ഫോർ ഹൈവേ ഡ്രൈവിങ്സ്, ഇല്ല അർബൻ സ്റ്റോപ്പ് ആൻഡ് ഗോ കണ്ടീഷൻസിലൊക്കെ എന്താ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും എന്ത് ഹൈബ്രിഡ് പാരലൽ ഹൈബ്രിഡ്സ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഫ്രണ്ടിലുണ്ട്, 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതേപോലെ ബാറ്ററി ബാക്ക് കാര്യങ്ങൾ പുറകിലായിരിക്കും. നമുക്ക് ഇവിടെയും എന്താണ് ഒരു ഫൈനൽ ഡ്രൈവ് കിട്ടുന്നുണ്ട്. സോ ആ രീതിയിൽ രണ്ടു പേർക്കും മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും എന്ത് പാരലൽ ഹൈബ്രിഡ്സ് വരുന്നത്. ബട്ട് വേറെ സീരീസ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടർ ആയിരിക്കും എന്ത് ഡ്രൈവ് ട്രെയിനിലേക്ക് എന്താ ഡ്രൈവ്സ് പ്രൊവൈഡ് ചെയ്യണം. IC എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു ജനറേറ്റർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യണം. ഇലക്ട്രിക് മോട്ടർ പവർ ചെയ്യാനില്ലേ ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടി അതിനൊക്കെ വേണ്ടിയായിരിക്കും എന്ത് നമ്മുടെ IC എഞ്ചിൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാറ്ററി പാക്ക് റീചാർജ് ചെയ്യണത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ എന്താ IC എഞ്ചിൻസ് വരെയായിരിക്കും. സീരീസ് ഹൈബ്രിഡ്സ് നമ്മൾ എന്താണ് യൂഷ്വലി സ്മോളർ കമ്പഷൻ എഞ്ചിൻസ് ആയിരിക്കും, ലാർജർ ബാറ്ററി പാക്ക് ആയിരിക്കും. കാരണം ബാറ്ററി പാക്കാണ് അതിന് കൂടുതൽ പവർ കൊടുക്കുന്നത്. സോ കമ്പയർ ടു പാരലൽ ഹൈബ്രിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഈ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് എന്താ സിറ്റി ഡ്രൈവിങ്ങിലേക്കാണ് എന്ത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് സീരീസ് ഹൈബ്രിഡ്സ്. സോ രണ്ടിൻ്റെയും കേസ് നോക്കാം. പാരലൽ ഹൈബ്രിഡ്സിൽ IC എഞ്ചിൻ ഉണ്ട്, ഫ്യൂവൽ, ഇവിടെ ഒരു ഇലക്ട്രിക് മോട്ടർ, എനർജി സ്റ്റോറേജ്, രണ്ടിലെയും ട്രാൻസ്മിഷൻ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റും. സീരീസ് ഹൈബ്രിഡ് ആവാൻ നേരത്ത് എന്താണ് നമ്മുടെ മോട്ടർ മാത്രമാണ് എന്ത് ട്രാൻസ്മിഷൻ കൊടുക്കുന്നത്. ക്ലിയർ. സോ IC എഞ്ചിൻ ഇവിടുന്ന് മോട്ടറിന് ചാർജ് ചെയ്യാനായിട്ടില്ല ബാറ്ററി മീൻസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ബാറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് കൂടുതൽ യൂസ് ചെയ്യണം, എന്നിട്ടാണ് എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ അതാണ് പാരലും സീരീസും. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ വന്നുണ്ട് സീരീസ് പാരലൽ ഹൈബ്രിഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ടു ഓപ്പറേറ്റ് ചെയ്യാൻ ഐദർ സീരീസിൽ ഓപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താ പാരലത്തിൽ. ഒന്നില്ലെങ്കിൽ നമ്മുടെ മോട്ടർ മാത്രം യൂസ് ചെയ്ത് പോവാം, ഇല്ലെങ്കിൽ മോട്ടറും IC എഞ്ചിനും യൂസ് ചെയ്യാം.
അങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ പറ്റിയതാണ് ഇത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്. ബിക്കോസ് എന്താ സീരീസ് ലോവർ സ്പീഡിൽ സീരീസ് ആയിട്ട് യൂസ് ചെയ്യാം, ഹൈ സ്പീഡിൽ പാരലായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ കോസ്റ്റ് എന്ന് പറയാൻ നേരത്ത് എന്താ പാരലിനെക്കാട്ടും കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലായിരിക്കും എന്ത് സീരീസ് പാരലൽ ഹൈബ്രിഡ്സ് വരും. ഓക്കെ, അത് ഡ്രൈവ് ട്രെയിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 3 നോക്കിയത്. ഇനി ഡിഗ്രി ഓഫ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ നോക്കാൻ നേരത്ത് ഒന്നിലെ മൊത്തത്തിൽ ഫുൾ അല്ലേ ഇത്രമാത്രം ഹൈബ്രിഡ് ആണ് ആ ഒരു വണ്ടി ഇല്ല ആ ഒരു ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഹൈബ്രിഡ്. സംടൈംസ് എന്ന് പറയുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് എന്നും പറയാം. വെഹിക്കിൾ ക്യാൻ റൺ ഓൺ ജസ്റ്റ് ദി എൻജിൻ, അല്ലെങ്കിൽ എന്താ ജസ്റ്റ് ദി ബാറ്ററീസ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ. ഒന്നില്ലെങ്കിൽ IC എൻജിൻസ് മാത്രമായിട്ട് റൺ ചെയ്യാൻ പറ്റും, ഇല്ല ബാറ്ററി മാത്രമായിട്ട് റൺ ചെയ്യാൻ പറ്റും, ഇല്ല കോമ്പിനേഷൻ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന നമുക്ക് എന്താണ് ഫുൾ ഹൈബ്രിഡ് എന്ന് പറയാം. ലാർജ് ഹൈ കപ്പാസിറ്റി ബാറ്ററി നമുക്ക് എന്താ ഇതിന് വേണമായിരിക്കും. സോ വലിയൊരു ബാറ്ററി ബാക്ക് ഉണ്ടാവും, ഇലക്ട്രിക് മോട്ടർ ഉണ്ടാവും. അത് ഇലക്ട്രിക് മോട്ടർ വെച്ച് മാത്രം റൺ ചെയ്യാം, ഇല്ല ബാറ്ററി യൂസ് ചെയ്ത് റൺ ചെയ്യാം. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നല്ലൊരു പവറിൽ എന്താണ് റൺ ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മുടെ ഫുൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. പിന്നെ മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് എന്താ സോൺലി ഇലക്ട്രിക് മോട്ടർ വെച്ചിട്ട് ദാറ്റ് കനോട്ട് ബി ഡ്രൈവൻ സോൺലി ഓൺ ഇറ്റ്സ് ഇലക്ട്രിക് മോട്ടർ ബിക്കോസ് ഇലക്ട്രിക് മോട്ടർ ഡസ് നോട്ട് ഹാവ് ഇനഫ് പവർ ടു പ്രൊപ്പൽ ദി വെഹിക്കിൾ. ഇലക്ട്രിക് മോട്ടർ മാത്രമായിട്ട് അതിലെന്താണ് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ, അതിന് മാത്രം പവറില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് ഫ്യൂവലായിട്ട് കമ്പൈൻ ചെയ്യണം, ഇല്ല ഫ്യൂവൽ മാത്രമായിട്ട് അല്ലേ കറസ്പോണ്ടിങ് ആയിട്ട്. എസ്പെഷ്യലി കൺവെൻഷണൽ ഡിവൈസ് ഓവർ സൈസ് സ്റ്റാർട്ടർ മോട്ടർ ആയിരിക്കും എൻജിൻ ടു ബി. കാരണം നമുക്ക് അതിലൊരു ഇലക്ട്രിക് പവർ യൂസ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വണ്ടി ഓഫ് ആണെങ്കിലും ഇവിടെ ഇനീഷ്യലി പറയുന്നുണ്ട് ആക്സസറീസ് ക്യാൻ കണ്ടിന്യൂ ടു റൺ ഓൺ ഇലക്ട്രിക് പവർ വൈൽ ഗ്യാസോലിൻ എൻജിൻ ഈസ് ഓഫ്. അല്ലേ, നമ്മൾ IC എൻജിൻ ഓഫ് ആണെങ്കിലും ഈ ഒരു ഇലക്ട്രിക് പവർ യൂസ് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ പാർട്ടിൻ്റെ ഇതിൻ്റെ കേസ് ആവട്ടെ, അതേപോലെ വിൻഡോസ് ഷീൽഡ് കാര്യങ്ങൾ ഇതൊക്കെ റൺ ചെയ്യാനായിട്ട് നമുക്ക് എന്താ ഇലക്ട്രിക് പവർ എന്താ യൂസ് ചെയ്യാൻ പറ്റും. മോട്ടർ ഈസ് യൂസ് ഫോർ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ടു അല്ലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വഴിയാണ് എനർജി ക്യാപ്ചർ ചെയ്യണം. ഫുൾ ഹൈബ്രിഡ്സിൽ പക്ഷേ എന്താ ആ ഒരു കേസല്ല വരുന്നത്. പിന്നെ വരുന്നതാണ് എന്ത് പവർ അസിസ്റ്റ് ഹൈബ്രിഡ്സ്. മെയിൻലി യൂസ് IC എൻജിൻസ് ഫോർ പ്രൈമറി പവറിൽ IC എൻജിൻസ് ആയിരിക്കും. വിത്ത് ടോർക്ക് ബൂസ്റ്റിംഗ് ഇലക്ട്രിക് മോട്ടർ ആയിരിക്കും ചെയ്തേക്കണം. ലാർജ് കൺവെൻഷണൽ പവർ ട്രെയിൻഡ്. അപ്പോൾ ഈ ഇലക്ട്രിക് മോട്ടർ ബൗണ്ടഡ് എന്തായിരിക്കും എഞ്ചിനും ട്രാൻസ്മിഷനും ആയിരിക്കും. എസെൻഷ്യലി എന്തായിരിക്കും ലാർജ് സ്റ്റാർട്ടർ മോട്ടർ ഓപ്പറേറ്റ് നോട്ട് ഓൺലി വെൻ ദി എഞ്ചിൻ നീഡ്സ് ടു ബി ടേൺഡ് ഓവർ ബട്ട് ഓൾസോ വെൻ ഡ്രൈവർ സ്റ്റെപ്സ് ഓൺ ഗ്യാസ്. അല്ലേ, നമുക്കൊരു എക്സ്ട്രാ പവർ ഉണ്ടാകുമ്പോഴായിരിക്കും എന്ത് പവർ അസിസ്റ്റ് ഹൈബ്രിഡ്സ് വരുന്നത്. കാരണം നോർമലി IC എഞ്ചിനിൽ വർക്കുന്നത്, പക്ഷേ ഒരു എക്സ്ട്രാ പവർ വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു മോട്ടറിൻ്റെ ഇതും വെച്ച് എന്താണ് എക്സ്ട്രാ പവറിന് വേണ്ടി യൂസ് ചെയ്യാം. ആൻഡ് ഫൈനലി നമ്മൾ വരുമ്പോഴാണ് എന്ത് പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത് PHEV. ഇതിനെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്നും പറയാം. ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ വിത്ത് റീചാർജബിൾ ബാറ്ററിയാണ്. ഇതാണിപ്പോൾ ബേസിക്കലി നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സോഴ്സ് മാത്രം. അപ്പോൾ ഈ റീചാർജ് ബാറ്ററി ആണ്, അത് ഫുൾ ചാർജിലേക്ക് നമുക്ക് എന്താ ഒരു ഇലക്ട്രിക് പവർ സോഴ്സ് വെച്ചിട്ട് എന്താ ചാർജ് ചെയ്യാൻ പറ്റും. PHEV ഷെയർസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് കൺവെൻഷണൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളും അതേപോലെ എന്താ ഒരു ഇലക്ട്രിക് മോട്ടർ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിളായിട്ടും ആക്ട് ചെയ്യും. അതേപോലെ തന്നെ എന്താ ഒരു IC എഞ്ചിനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓഫ് ഓൾ ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോഴത്തെ ഒരു ഡെയിലി ലൈഫിലുള്ളത് ഈ ഒരു സംഭവമാണ്. നമുക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ട് എന്താ ഒരു ബാറ്ററി റീചാർജ് ചെയ്യാം, ഇത്ര കിലോമീറ്റർ സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ IC എഞ്ചിനും കൂടി അതിലുണ്ടെന്നേ ഉള്ളൂ. ക്ലിയർ. ഇപ്പോഴത്തെ ഇലക്ട്രിക് വെഹിക്കിളിൽ IC എഞ്ചിൻ എടുത്തിട്ട് മാറ്റി ആ ഒരു ഇലക്ട്രിക് വരും. അപ്പോൾ നമുക്ക് എവിടെ പോയാലും ചാർജ് ചെയ്തിട്ട് എന്താ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മീൻസ് ഇനി ഈ ഒരു കേസിൽ എന്താ IC എഞ്ചിനും ഉണ്ട്. അപ്പോൾ നമുക്ക് എൻജിൻസ് വേണ്ട മീൻസ് പവർ സോഴ്സ് ഇപ്പോൾ ബാറ്ററി തീരാറായി അല്ലേ, ഒരു 300 കിലോമീറ്റർ കഴിക്കുന്ന നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ എവിടെയും പവർ സോഴ്സ് ചാർജ് ചെയ്യാൻ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്താ പെട്രോളിൽ ഗ്യാസിലിൽ റൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെച്ച് ചാർജ് ചെയ്തിട്ടുണ്ടോ ഷിഫ്റ്റ് ചെയ്യാം. സോ ആ രീതിയിലാണ് എന്ത് ഈ ഡിസൈൻ. അപ്പോൾ ബേസിക്കലി ഹൈബ്രിഡ് എൻജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പവർ സോഴ്സ് ഉള്ള എൻജിൻസ് ആണ് ഹൈബ്രിഡ് എൻജിൻ. ഒന്ന് IC എൻജിൻ ഉണ്ടാവും, പിന്നെ അതേപോലെ ഒരു ഇലക്ട്രിക് മോട്ടറിൽ പവർ സോഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ള രീതിയിൽ പല രീതിയിൽ അല്ലേ ഡിഫറെൻറ്റ് കൈൻഡിൽ വരുന്നുണ്ട്. പാരലൽ വരുന്നുണ്ട്, സീരീസ് വരുന്നുണ്ട്, അതിൻ്റെ ഡ്രൈവ് ട്രാൻസ്മിഷൻ ബേസ് ചെയ്ത്. പിന്നെ ഇലക്ട്രിക് മോട്ടർ എന്തുമാത്രം യൂസ് ചെയ്യുന്നുണ്ട്, ഫുള്ളായിട്ടാണോ മൈൽഡായിട്ടാണോ ഇല്ല പവർ ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഇനി റീചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ അതിനെ ബേസ് ചെയ്തും ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. എന്താണ് എങ്ങനെയെന്നുള്ളത് പഠിക്കുക, കൺസെപ്റ്റ് കൺസേർട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ അടുത്ത സെഷനിൽ കാണാം. സോ താങ്ക് യു.